ഹലോ, വെൽക്കം ബാക്ക്. അപ്പം മുട്ട വെച്ചിട്ട് ഇന്നൊന്നും മസാല ഒന്നും ഉണ്ടാക്കാതെ വളരെ ഈസി ആയിട്ട് അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അതും പുതിയൊരു വൈറൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. നമ്മുടെ മുട്ടത്തൊപ്പി ഇല്ലെങ്കിൽ തൊപ്പിമുട്ട. ഓക്കെ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മതി. ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായി ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ നേരെ ഹാഫാക്കി കട്ട് ചെയ്യാം. ഓക്കെ, 3 ഞാൻ 3 മുട്ടക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പം നമുക്ക് 3 ആവശ്യമുള്ളൂ. 3 6 പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് കേട്ടോ. വലിയൊരു ഉള്ളി, വലിയ 2 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്യുക, നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ടിട്ട് നന്നായിട്ട് കൈയോട് ക്രഷ് ചെയ്യുക, ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ഓയിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം വളരെ കുറച്ചേ ആവശ്യം വരുന്നുള്ളൂ. ജസ്റ്റ് കൈയോട് മാത്രമേ കുഴക്കാനുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് കൈയോട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അതല്ല ഫസ്റ്റ് തന്നെ നിങ്ങൾ കുഴച്ചിട്ട് ബാക്കി പൊടികൾ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ എല്ലാം ഇട്ടിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ. കാരണം ഇതിൽ പച്ചമുളക് ചേർക്കുമ്പോഴാണ് വേറെ തന്നെ ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മുളക് പൊടി ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് വൈസ് വ്യത്യാസം വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദപ്പൊടിയാണ് കേട്ടോ. ഒരു 2-2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ കൈയോട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇങ്ങനെ പ്രസ്സാവുന്ന പോലെ വരണം. അതിനാണ് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് കോട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മുടെ മൈദ എല്ലാ ഉള്ളിയിലേക്കും പെരങ്ങിയിട്ട് വരണം. അപ്പോൾ അതുപോലെ തന്നെ കുഴച്ച് കൊടുക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വെള്ളമായിട്ട് ഇങ്ങനെ ഒലിപ്പിക്കാൻ പാടില്ല. നമുക്ക് കയ്യിൽ ഇങ്ങനെ പ്രസ്സാകുന്ന ആ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ട ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളീൻ്റെ കൂട്ടും ഇവിടെ റെഡി. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണയോ അതെല്ലാം വെള്ളമോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു കോഴി പോലെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മുട്ട ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പിൽ നമ്മുടെ മുട്ട കവറാകാൻ പാടില്ല. പക്ഷെ നമ്മൾ മുട്ടൻ്റെ ഹാഫ് കവറാവണം, ഹാഫ് കവർ ചെയ്യാൻ പാടില്ല. മുട്ട പുറത്തേക്ക് കാണണം. അപ്പോൾ ഒരു കൂട് പോലെയാണ്. അതെല്ലാം തൊപ്പീൻ്റെ അകത്ത് തല എങ്ങനെ ഉണ്ടാവും അതുപോലെ ആകണം. അപ്പം ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് എണ്ണയോ അതല്ലെങ്കിൽ കയ്യിൽ വെള്ളം ഒന്ന് തടയി കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കോട്ട് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. കണ്ടോ, വളരെ സിമ്പിളാണ്. ടൈമും കുറേ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ടേസ്റ്റ് വൈസ് സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ നോമ്പിന് ടൈം കുറച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ നോക്കേണ്ടത് അല്ലേ. ഇനിയിപ്പം ബാക്കിയുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല, നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലാക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഫോണും വീഡിയോ എടുക്കണം ചെയ്യണം, മുട്ടയിടാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം അത് കൂടെ ഒരു ആൾ വേണം. പക്ഷെ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ നല്ല ശ്രമിക്കുന്നതാണ് ഇടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തത് ക്യാമറയിൽ വരാത്തത് കൊണ്ട് മൂന്നാമത്തത് ഇടുന്ന സമയത്ത് കുറച്ച് ചെരിഞ്ഞു പോയി. ഇതേപോലെ മുട്ട മേലോട്ട് വരുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് നല്ല മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കളറ് ഗോൾഡൻ കളർ ആവണം. കാരണം അത്യാവശ്യം പൊരിഞ്ഞ് കിട്ടണം. എന്നാൽ മാത്രമേ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
മുട്ടത്തൊപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ തൊപ്പി മുട്ട റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ